ആറ്റുകാൽ പൊങ്കാല ഉത്സവം ഇന്ന് ലോകശ്രദ്ധ ആർജിച്ച ഒന്നാണ്. സ്ത്രീകളുടെ ഒരു വാർഷിക സംഗമം എന്ന രീതിയിൽ തന്നെ ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ 1997 തന്നെ സ്ഥാനം പിടിച്ച ഒരു ഉത്സവമാണ്. 1.5 ദശലക്ഷത്തോളം ആൾക്കാരാണ് അന്ന് പങ്കെടുത്തതായിട്ട് കണക്കാക്കപ്പെടുന്നത്. 2009 അത് 2.5 ദശലക്ഷം, ഇനിയിപ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അത്രത്തോളം ആൾക്കാർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തുനിന്നും ഈ പട്ടണത്തിൽ, തിരുവനന്തപുരം പട്ടണത്തിലെത്തി ഇവിടെ ഈ ഉത്സവത്തിൽ പങ്കുചേരാനെത്തുമ്പോൾ ഈ നഗരത്തിൽ എത്തുന്ന, ചിലപ്പോൾ ആദ്യമായിട്ട് എത്തുന്നവരുണ്ടാകാം, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതും ആധ്യാത്മികയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ ഇടവകയുടെ കൂടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഞങ്ങളത് മനസ്സിലാക്കുകയാണ്. കാരണം മതസൗഹാർദ്ദത്തിന് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഈ ഇടവക സമൂഹം. ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദ് മുസ്ലിം സഹോദരങ്ങളുമായിട്ടും തൊട്ടടുത്ത് തന്നെയുള്ള ഗണപതി കോവിൽ അതിൻ്റെ വിശ്വാസികളുമായിട്ടും ഒക്കെ വളരെ അടുത്ത സൗഹൃദ ബന്ധത്തിലാണ് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ പാളയം ഇടവകയും മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ തന്നെ ഈ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഈ ഭക്തരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഞങ്ങളുടെ ഇടവക കൗൺസിലിലും അതുപോലെ തന്നെ ഞങ്ങളുടെ BCC ജനറൽ ബോഡി യോഗങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാവരും ഏകകണ്ഠമായിട്ട് അഭിപ്രായപ്പെട്ടത് ഭക്തമനസ്സരായിട്ട് എത്തുന്ന എല്ലാവർക്കും നമ്മുടെയും സൗകര്യങ്ങൾ അവർക്കായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും ഈ വർഷം അതൊരു സൺഡേ, ഒരു ഞായറാഴ്ച ആകുന്നതുകൊണ്ട് ഇവിടുത്തെ ആരാധനകൾക്ക് തടസ്സമില്ലാതെ തന്നെ എങ്ങനെ ഈ കാര്യം ഒരുക്കാമെന്നുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ. അതിന് പ്രകാരമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. രാവിലെ 5:45 ദ്വീപലി അതുപോലെ അർപ്പിക്കപ്പെടാം. അതുപോലെ 7 മണിക്കുള്ള ദ്വീപലിയും അതേ സമയത്തിന് അർപ്പിക്കുക. 8:45 ദ്വീപലി അല്പം കൂടെ നേരത്തെ 8:30 അത് അർപ്പിക്കുകയും അതേ സമയത്ത് ഈ ദ്വീപലിയുടെ സമയത്ത് തന്നെ ആരെങ്കിലും ഇവിടെ ഭക്തരായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഹോൾ തുറന്നു കൊടുത്ത് അവർക്കുള്ള വിശ്രമങ്ങളിലൂടെ ഒരുക്കുക. പിന്നെ അതിനുശേഷം 8:30 ദ്വീപലിക്ക് ശേഷമുള്ള സമയത്തിൽ ഈ അങ്കണം നമ്മുടെ ഭക്തരായിട്ട് എത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ആ സൗകര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ രീതിയിൽ 10 മണിക്കുള്ള ദ്വീപലി നമ്മൾ ഒഴിവാക്കുകയാണ്. അതിനെ തുടർന്നുള്ള കുട്ടികൾക്കുള്ള മതബോധന ക്ലാസ്സുകൾ നമ്മൾ ഒഴിവാക്കി. അതുപോലെ തന്നെ 3:30 ദ്വീപലി, ആ സമയത്താണ് മിക്കവാറും ഭക്തരായിട്ടുള്ള ആൾക്കാർ തിരികെ പോകുന്ന സമയം പൊങ്കാലയിട്ടതിന് ശേഷം. അതൊക്കെ ആ 3:30 ദ്വീപലിയും ഒഴിവാക്കി. എന്നാൽ വൈകുന്നേരം 5 മണിക്കുള്ള ദ്വീപലി പതിവ് പോലെ ഉണ്ടാകും. അതിനുശേഷം തുടർന്നുള്ള കുരിശിൻ്റെ വഴി കർമ്മവും അതുപോലെ തന്നെ ഉണ്ടാകും. ഇവിടെ മതവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു മാനവികതയുടെ ഐക്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. എല്ലാവരും സഹവാർദ്ദത്തിൽ കഴിയണം. ഭിന്നിപ്പിളവാകുന്ന കാര്യങ്ങളെ മാറ്റണം. നമ്മൾ ദൈവപിതാവിൻ്റെ ഏക മക്കൾ എന്ന രീതിയിലുള്ള ഐക്യത്തിൽ മനസ്സുകൾ ഒന്നാകണം. ആ ഒരു ചിന്തയിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെയും അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. അന്നേ ദിവസം ഇവിടെ ഇടവക കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് വോളണ്ടിയേഴ്സും ഇവിടെ ഉണ്ടാകും. ഭക്തരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടിയുള്ള വിശ്രമ കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടിയുള്ള ലഘുപാനീയങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ നൽകുന്നതിന് വേണ്ടിയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആ ഒരു ദിനത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തന്നെ
ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്.